വേനൽ ചൂട് കടുക്കുമ്പോൾ പാകിസ്ഥാനിൽ ജലക്ഷാമവും അതേ തുടർന്നുണ്ടാകുന്ന സമ്മർദ്ദവും അതിരൂക്ഷമാകുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതാണ് ഇതിന് കാരണം. എന്നാൽ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ച് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി വെള്ളം നേടിയെടുക്കാൻ പാകിസ്ഥാൻ ഒരു ഗൂഢ നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ മാധ്യമങ്ങളും പാശ്ചാത്യ ചിന്താ കേന്ദ്രങ്ങളും സംയുക്തമായി പാകിസ്ഥാനെ പലസ്തീന് സമാനമായിട്ടുള്ള ഒരു ഇരയായി ചിത്രീകരിക്കാൻ വലിയൊരു അജണ്ട നടപ്പിലാക്കി വരികയാണ്. സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ചാത്തം ഹൗസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് പാകിസ്ഥാന് വേണ്ടി ഈ പ്രചാരണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഏപ്രിൽ 15-ന് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഈ അന്താരാഷ്ട്ര നീക്കങ്ങൾ സജീവമായത് എന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യ ജലത്തെ ആയുധമാക്കുന്നു എന്നാണ് യോഗത്തിൽ സർദാരി ആരോപിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ യു എസ് ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ച് ലോകത്തിന് മുന്നിൽ ഒരു സമാധാന സ്ഥാപകൻ എന്ന വ്യാജ പ്രതിച്ഛായ സൃഷ്ടിക്കാനും ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള പാകിസ്ഥാൻ ഇപ്പോൾ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. 1960-ൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാക് ഭരണാധികാരി ജനറൽ അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ജലപങ്കിടൽ കരാറുകളിൽ ഒന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളായിട്ടുള്ള വിനോദസഞ്ചാരികളെ ഭീകരർ മതം തിരിച്ച് വെടിവെച്ചു കൊന്നു. പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ജമ്മു കാശ്മീരിൽ സമാധാനം തിരികെ വന്ന സമയത്തുള്ള ഈ ഒരു ക്രൂരമായിട്ടുള്ള ആക്രമണം നടന്നത്. ഈ സംഭവത്തോടെയാണ് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ സിന്ധു നദി ജല കരാർ അനിശ്ചിതകാലത്തേക്ക് മരവിപ്പിച്ചത്. പാകിസ്ഥാന്റെ ഭീകരവാദ ബന്ധങ്ങളെക്കുറിച്ച് പാശ്ചാത്യ ലേഖനങ്ങൾ ബോധപൂർവം മൗനം പാലിക്കുകയാണ്. ഏപ്രിൽ 17-ന് ചാത്തം ഹൗസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തെ വെറുമൊരു സായുധ ആക്രമണം എന്ന് മാത്രമാണ് വിശേഷിപ്പിച്ചത്. ഭീകരവാദം എന്ന വാക്ക് അതിൽ ഒരിടത്തും കാണാനില്ല. മുൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ധൻവാൽ സിബൽ ഈ ലേഖനത്തെ തികച്ചും വഞ്ചനാപരം എന്നാണ് വിശേഷിപ്പിച്ചത്. നൂറ്റാണ്ടുകളിലെ ഏറ്റവും ഉദാരമായിട്ടുള്ള കരാറിലൂടെ സിന്ധു നദീജല വ്യവസ്ഥയിലെ 80% വെള്ളവും പാകിസ്ഥാന് നൽകിയിട്ടും പകരമായി യുദ്ധങ്ങളും ഭീകരാക്രമണങ്ങളും മാത്രമാണ് ഇന്ത്യക്ക് ലഭിച്ചതെന്ന് പ്രമുഖ എഴുത്തുകാരൻ അമീഷ് ത്രിപാഠി ചൂണ്ടിക്കാട്ടി. മറുവശത്ത് അസോസിയേറ്റഡ് പ്രസ് ഓഫ് പാകിസ്ഥാൻ, ഡോൺ, ദി നേഷൻ എന്നീ പാക് മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ കർഷകരുടെ ദുരിതം ഉയർത്തിക്കാട്ടി വൈകാരികമായ വാർത്തകളൊക്കെ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇന്ത്യയുടെ നീക്കത്തെ ഫാസിസ്റ്റ് എന്നും നിയമവിരുദ്ധമെന്നും അവർ മുദ്രകുത്തുന്നു. പാകിസ്ഥാനെ അടുത്ത ഒരു പലസ്തീനാക്കാനുള്ള ഒരു നീക്കത്തിലാണ് അവർ. US ആസ്ഥാനമായിട്ടുള്ള യുറേഷ്യ റിവ്യൂ എന്ന ജേണലിലും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ലേഖനങ്ങൾ വന്നിരുന്നു. പാക് മാധ്യമ പ്രവർത്തകൻ നജാം സേത്തിയുടെ അവകാശവാദം അനുസരിച്ച് ലോകം ഇപ്പോൾ പാകിസ്ഥാനെ ഭീകരവാദിയായിട്ടല്ല മറിച്ച് മധ്യസ്ഥനായാണ് കാണുന്നത്. അമേരിക്ക ഈ നാടകത്തിന് കൂട്ടുനിൽക്കുന്നുമുണ്ട്. എന്നാൽ ഇന്ത്യ വഴങ്ങാൻ തയ്യാറല്ല. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് മാർച്ച് 20-ന് വ്യക്തമാക്കിയത് പാകിസ്ഥാൻ നിരന്തരം യുദ്ധങ്ങളിലൂടെയും ഭീകരാക്രമണങ്ങളിലൂടെയും കരാർ ലംഘിച്ചു എന്ന് തന്നെയാണ്. ജലം മാത്രമല്ല, ഏകദേശം $10 ബില്യൺ മൂല്യം വരുന്ന ആനുകൂല്യങ്ങളും ഇതിലൂടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. ഇന്ത്യയെ നിരന്തരം മുറിവേൽപ്പിക്കാനും ഭീകരവാദം കയറ്റുമതി ചെയ്യാനും ശ്രമിക്കുന്ന ഒരു അയൽരാജ്യത്തിന് പ്രയോജനം ചെയ്യാനല്ല സിന്ധു നദീജല കരാർ ഉണ്ടാക്കിയത്. സ്വന്തം താല്പര്യങ്ങൾക്കായി പാശ്ചാത്യ ചിന്താകേന്ദ്രങ്ങളെയും മാധ്യമങ്ങളെയും ഉപയോഗിച്ച് പാകിസ്ഥാൻ എത്ര തന്നെ ഇരവാദം മുഴക്കിയാലും ന്യൂഡൽഹി തങ്ങളുടെ നിലപാടിൽ നിന്ന് 1 ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല. പാകിസ്ഥാൻ ഭീകരവാദം പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിരത്താതെ അതിൽ നിന്ന് അത്തരം തെളിവുകൾ ലഭിക്കാതെ ഇനി ഒരിറ്റ് വെള്ളം പോലും അവർക്ക് ലഭിക്കില്ല. അമേരിക്കയുടെയോ പാശ്ചാത്യ ശക്തിയുടെയോ പിന്തുണയുണ്ടെങ്കിലും ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഈ അന്തിമ തീരുമാനത്തെ മറികടക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്.